പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സന്തോഷത്തോടെ ഇരിക്കുന്നുവോ? സമാധാനമുണ്ടോ? മനസന്തോഷമുണ്ടോ? അതോ ബാധിക്കപ്പെട്ടിരിക്കുകയാണോ? ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പാതയിൽ എല്ലായിടത്തും കുണ്ടും കുഴിയും ഉണ്ടായിരിക്കും. പക്ഷേ ദൈവം കൂടെയുള്ളതുകൊണ്ട്, ദൈവത്തോടൊത്ത് നടക്കുന്നതുകൊണ്ട് അവയെല്ലാം എളുപ്പത്തിൽ കടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇന്ന് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളും പോരാട്ടങ്ങളുമെല്ലാം നിങ്ങൾ നിഷ്പ്രയാസം കടന്നു പോകും. ഭയപ്പെടേണ്ട. ഈ സ്ഥലം കണ്ടോ? എത്ര മനോഹരമായിരിക്കുന്നു, ചേതോഹരമായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, മസ്കറ്റ്, ഒമാൻ എന്ന നാട്ടിലെ മസ്കറ്റ് പട്ടണത്തിലുള്ള ഒരു കടപ്പുറമാണ് ഇത്. കണ്ടോ? ചുറ്റും മലനിരകൾ, ചുറ്റും കടൽ. അതിന്റെ നടുവിലിരിക്കുന്നത് സന്തോഷകരമാണ്. ഈ ഒമാൻ എന്ന നാട് അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. സാധാരണയായി അറേബ്യൻ നാടുകളിൽ ഇതുപോലെയുള്ള മലകൾ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒമാൻ രാജ്യത്ത് ധാരാളം മലകളുണ്ട്, കടലിനോട് ചേർന്നും കടലിലും. ഇതാ നോക്കൂ, ഈ സ്ഥലം കണ്ടോ? ചുറ്റും മലനിരകളും കടലും. ഇവിടെ ഇരിക്കുമ്പോൾ, ഇതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു, അത്ഭുതവും തോന്നുന്നു. ശരി, ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്നറിയാമോ? നിങ്ങളോടാണ് സംസാരിക്കുന്നത്. 63-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, വെള്ളം ഇല്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ദൈവമേ, എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. വരണ്ട് കിടക്കുന്ന ഒരു ദേശം, ഒരു മരുഭൂമി. അവിടെ കുറെ ദൂരം നടന്നു എന്നിരിക്കട്ടെ, അതും വെയിൽ താങ്ങാനാവാതെ തളർന്നു എന്നിരിക്കട്ടെ. നാവ് വരണ്ടു പോകും, ദാഹം തോന്നും. ദാഹിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അന്വേഷിക്കുക? വെള്ളം അന്വേഷിക്കും. ദാഹിച്ചിരിക്കുമ്പോൾ ചൂടോടെ ബിരിയാണി കിട്ടിയാലും അത് കഴിക്കാൻ തോന്നില്ല. മധുര പലഹാരങ്ങൾ കിട്ടിയാൽ പോലും കഴിക്കാൻ തോന്നില്ല. എനിക്കിപ്പോൾ നല്ല ദാഹമുണ്ട്, എനിക്കൊന്നു മാത്രം മതി, വെള്ളം വേണം. അങ്ങനെയുള്ളയൊരു ദാഹം. അതേപോലെ ഈ ലോകത്തിലും നമ്മുടെ ആത്മാവ് യഹോവയെ അന്വേഷിക്കുന്നു. യഹോവയ്ക്ക് എന്നെ തൃപ്തിപ്പെടുത്താനാവൂ. എനിക്ക് യഹോവയെയാണ് വേണ്ടത്. അങ്ങയുടെ സ്വരം എനിക്ക് കേൾക്കണം, ഞാൻ അങ്ങയോട് സംസാരിക്കണം, എനിക്ക് അങ്ങയെ കാണണമെന്ന് പറഞ്ഞ് യഹോവയ്ക്കായി ദാഹിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥമായ ദാഹത്തോടെ ദൈവത്തെ കാണണം എന്നന്വേഷിക്കുകയാണെങ്കിൽ യഹോവ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. നമുക്കിത് നന്നായിട്ടറിയാവുന്നതാണ്. പഞ്ചാബിൽ സുന്ദർ എന്ന ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തന്നെ ദാഹത്തോടെ യഹോവയെ അന്വേഷിച്ചു. എനിക്ക് ദൈവത്തെ കാണണം, ദൈവം എന്നോട് സംസാരിക്കണം, ദൈവമെന്നൊരാളുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് പല ദിവസങ്ങളും പല മാസങ്ങളും ചില വർഷങ്ങളും അന്വേഷിച്ച് എങ്ങനെയെങ്കിലും ദൈവത്തെ എനിക്ക് കാണണം, എങ്കിലേ എന്റെ ദാഹം തീരൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ ദൈവത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. ആരാണ് യഥാർത്ഥ ദൈവമെന്നറിയില്ല. ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. പക്ഷേ ദൈവമെന്നൊരാളുണ്ട്, അതാരാണെന്നറിയില്ല. യഥാർത്ഥത്തിൽ ആരാണോ ദൈവം, അദ്ദേഹം എന്റെ അടുത്ത് വരണം, എനിക്ക് അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞ് ദാഹത്തോടെ അന്വേഷിക്കാൻ ആരംഭിച്ചു. യേശുക്രിസ്തു അവന് ദർശനം നൽകി, താൻ ജീവിക്കുന്ന ദൈവമാണെന്ന് വിശദീകരിച്ചു. സിഖ് മതക്കാരനായിരുന്നു ഈ സുന്ദർ. യേശുവിനെ ഏറ്റെടുത്ത് സാധു സുന്ദർ സിംഗ് ആയി മാറി. എല്ലാവർക്കും ആ യേശുവിനെ അറിയാം. കണ്ടോ? ദാഹത്തോടെ അന്വേഷിച്ചതുകൊണ്ട് അയാൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളും ദൈവത്തെ ദാഹത്തോടുകൂടി അന്വേഷിക്കണം. വെറുതെ നേരമ്പോക്കിനായി അന്വേഷിക്കുന്നതല്ല. ഒരു ദാഹം, ദാഹിക്കുമ്പോൾ വെള്ളം നമ്മൾ അന്വേഷിക്കാറില്ലേ? അതുപോലെ ദൈവത്തെ ദാഹത്തോടെ തിരയണം. നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടാക്കി നോക്കൂ. അതിനാൽ ദൈവമേ, ഞാൻ അങ്ങയെക്കുറിച്ച് ദാഹമുള്ളവനായിരിക്കണം എന്ന് ചോദിച്ചു നോക്കൂ. യഹോവ നിങ്ങൾക്ക് അതിന് കൃപ തരും. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയെക്കുറിച്ച് ദാഹിക്കുന്നു. അങ്ങയെ കാണണം, അങ്ങയുടെ സ്വരം കേൾക്കണം, അങ്ങയെ ഞങ്ങൾക്ക് ദൃശ്യമാകണം. ആരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം അങ്ങയെ വെളിപ്പെടുത്തി അങ്ങയെ കാണിച്ച് അവരെ താങ്ങി നടത്തി ആശ്വസിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ